വന്നാണ് ഇവരെ കൂടെ പോയി വന്ന് മദ്യം തന്നെയാണ് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം മണമൊന്നുമില്ല, പക്ഷെ ആള് പക്കാ വയലന്റ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അറിഞ്ഞ വേണ്ട ഇത് വിടണ്ട, ഈ വീഡിയോ ചെയ്യണ്ടെന്ന് പറയുമ്പോ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരികയാണ്. ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു റീല് കണ്ടിട്ടുണ്ടോ? അത് കിട്ടുകയാണെങ്കിൽ സൈഡിൽ വയ്ക്കാം. ഓക്കെ, ഒരു മുടിവളർത്തിയ ഒരു പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ അതിന് കുണുങ്ങി എന്ന് പറയുന്ന ലയനോ അങ്ങനെ എന്താണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ കുണുങ്ങി എന്ന് പറഞ്ഞ ആദ്യത്തെ അവിടെ പഴയ ആൽബത്തിലേക്ക് പിന്നെ ഡയറക്ടറായ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായ പുള്ളി ഇപ്പൊ എവിടെയും കൊണ്ടൊരു ആൽബം ചെയ്യുന്നുണ്ട്. അതിന്റെ കുറെ സീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നതും ഈ പറയുന്ന എന്താണ് പിന്നീട് ഫ്ലവർ കൊടുക്കുന്നത്, കയ്യിൽ കിസ് ചെയ്യുന്നതും, തലയിൽ കൂടി പിന്നീട് എന്താണ് മൂടിക്കൊണ്ട് ഷോളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കുറെ ഉടായ്പ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കണ്ടത്. അപ്പൊ ആ പുള്ളി ഇപ്പോ ഈ പറയുന്ന ഷഫീന ബീബിയുടെ ചാനലിൽ ഷഫീന ബീബിക്ക് ഒരു ഇന്റർവ്യൂ പേഴ്സണൽ ആയിട്ട് ഒരു ബൈറ്റ് കൊടുത്തത്. അതിനകത്ത് അവർ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ രണാസുന അടിക്കുന്നത് വെള്ളമല്ല, മറ്റേ സിന്തറ്റിക് സാധനങ്ങളാണ് അടിക്കുന്നത്. അതായത് 7 യൂട്യൂബേഴ്സ് എന്താ കൊണ്ടു 7 ഓൺലൈൻ മീഡിയ യുവമാരെ വിളിച്ചോണ്ട് വരും. വന്നോണ്ണം വിളിച്ചു വരും. യുവമാരെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ യുവമാരെ കൊണ്ട് പോകും. യുവമാരെ കൊണ്ട് പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത്. ഷൂട്ടിങ്ങിന്റെ ഇടയില. എന്നിട്ട് പിന്നെ മണവും നാറ്റമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബഹളവും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അട്ടഹസിക്കുന്ന രണാസുനയുടെ വീഡിയോ. അതാണ് ഇപ്പോൾ നിലവിലെ പ്രശ്നം എന്നുള്ളതാണ്. കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയാം. ആദ്യം രണാസുന അവിടെ കിടന്ന് കാണിക്കുന്ന രാത്രി കടന്ന് കാണിക്കുന്ന ഒരു ബൈറ്റ് വെച്ച് തരാം. ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ചേർന്നത്, പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞ ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമല്ലേ പറഞ്ഞു? ഞാൻ കേട്ടിട്ട് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കുമല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? ചെയ്താ പോരെ? ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഇത്രയും വീഡിയോക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ. എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോരെ? എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഷോപ്പ് പറയും? ഞാൻ എന്തിനാ ഇവരുടെ ഫ്രണ്ടിൽ ഷോ ഓഫ് കാണിക്കുന്നത്? അതായത് ചുറ്റും കൂടി നിൽക്കുന്ന കുറെ ഓൺലൈൻ മീഡിയാസ് ആണ്. ഇവളെവിടെ പോയാലും വിളിച്ചു വരുത്തുന്നുണ്ട്, ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പോകുന്നുണ്ട്. ഈ പുള്ളി പറയുന്ന വെച്ചാൽ പോയിട്ട് ഇവർ 1-2 മണിക്കൂർ കഴിഞ്ഞു വന്നാൽ അതിനുശേഷം ഇവള് ഭയങ്കര വയലന്റ് ആയിരുന്നു എന്നതാണ്. ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞത് പറയാം. അതായത് ഈ പുള്ളി ഇവളെ ആൽബത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം 3000 എന്തോ ആയിരുന്നു, ഇപ്പൊ 30,000 ഡെയിലി പേയ്മെന്റ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആൽബത്തിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നു. ഇവിടെ ഇതിനകത്ത് പറയുന്നത് റാസൽ കൈമയിലാണ്, അവിടെ റേഞ്ച് ഇല്ല. റാസൽ കൈമയിലെ റേഞ്ച് ഇല്ലേ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതായത് ഈ പുള്ളി ഇതിനകത്തുള്ള സീൻ ഈ 30,000 കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇതിനകത്ത് ലിപ് ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ലിപ് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മെസ്സേജ് അയച്ചു. അപ്പൊ എവിടെ ഒന്നും ഓക്കെ എന്ന് പറഞ്ഞ് അയച്ചു. രണസുതി ഓക്കെ എന്ന് പറഞ്ഞ് അയച്ചു. അങ്ങനെയാണ് ഈ പുള്ളി പൈസ കൊടുക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്താണ് രണ്ടെണ്ണം അടിച്ച് എന്തെങ്കിലും ഈ പുള്ളി പറയുന്നത് സിന്തറ്റിക് അങ്ങനെ എന്തോ ആണ്. വെള്ളമാണെങ്കിൽ മദ്യമാണെങ്കിൽ മണം കാണും. ഇതൊന്നുമില്ല, പക്ഷെ ഭയങ്കര അട്ടഹാസം. ഇവിടെ വന്ന് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അട്ടഹാസമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് ചെയ്യേണ്ടത് നിങ്ങളടുത്ത് അലയ്ക്കാതെ എന്ന് നിങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു. കാരണം ഇവളെന്ന് ചെന്നാൽ എല്ലാം ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് റീലിടുന്നു. ഏത് തരത്തിലും ചെയ്യാൻ റെഡിയാണെന്ന് ആൾക്കാരുടെ അടുത്ത് തന്നെ പറയാം. എന്തുകൊണ്ട് ചെയ്തിട്ട് പണം ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഈ പറയുന്ന രണാസുനയുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ ഈ പുള്ളി വെച്ച് ശരി നമുക്ക് പണം ഉണ്ടാക്കാം എന്ന് കരുതി പുള്ളിയെ ചോദിച്ചു ലിപ് ലോക്ക്. അപ്പൊ ഇവൾ ഓർന്ന് പറഞ്ഞു, മനസ്സിലായി? അപ്പൊ പുള്ളി ഓൾറെഡി എന്താണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവിടെ റാസൽ കൈമയിലായിട്ട് അവിടെ കേട്ടില്ലെന്നുള്ളതാണ് എനിക്കിതിന് മനസ്സിലായത്. അവിടെ റേഞ്ച് ഇല്ലെന്നാ പറയുന്നത്. റാസൽ കൈമയിൽ റേഞ്ച് ഇല്ലെന്ന്. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രശ്നം. അതിനുശേഷം അടിച്ചു പിരിക്കുന്ന അത് എന്തൊക്കെ സംഭവിച്ചു. ഇനി ഈ പറയുന്ന സംവിധായകൻ പറഞ്ഞ, അതായത് ഈ ഷഫീന ബീബിക്ക് കൊടുത്ത കുറച്ച് ബൈറ്റുകൾ വയ്ക്കാം. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ? നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ? നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരും എന്ന് പറയൂ. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഒരാളെ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരുമോ എന്ന് പറയൂ? ആരെങ്കിലും പറയൂ? പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ലാതെ പഠിക്കാനുള്ള മോളതയോട് കൂടി നിൽക്കണം. സഹകരണം വേണം. എനിക്കും ഇത് വലിയ കാര്യത്തിൽ അറിയില്ല. നമ്മളിതൊന്നും
കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പോൾ നമ്മൾ അതായത് പുള്ളി പറയുന്നത് ഇവൾക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. സംവിധായകനായ കുറച്ച് കാണിച്ചു കൊടുക്കണം, എന്തെങ്കിലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു, വേറെ ഒന്നുമല്ല. അപ്പോൾ പക്ഷെ എങ്ങനെ പഠിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷെ അഹങ്കാരം കളയണം. അത് സത്യമാണ്. എപ്പോഴേയും എന്ത് നഖത്തിന്റെ ഇടയിൽ അഹങ്കാരം വെച്ചിട്ടുണ്ടോ, ഞാൻ എന്തോ വലിയ മഞ്ജു വാര്യരുടെ ചേച്ചിയാണ് എന്നുള്ള അഹംഭാവത്തിലോട് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ വല്ലതുണ്ടോ? മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്, ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട് കേട്ടോ, കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലാണ്. എന്നിട്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം. ഇവളി അപ്പോ പുള്ളി എന്താ പറഞ്ഞേട്ടാ, അവര് മദ്യം കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റില്ല. ഈ യൂട്യൂബേഴ്സിന്റെ കൂടെ ഇവളങ്ങ് പോയതിന് ശേഷം എന്താണ്, തിരിച്ചു വന്നപ്പോൾ വയലന്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ മണമൊന്നുമില്ല, മദ്യമല്ല, വേറെ എന്തോ അടിച്ചിട്ടുണ്ട്. ഭയങ്കര വയലന്റ് ആയിരുന്നു. റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങി വന്ന് ഈ യൂട്യൂബേഴ്സിന് ചുറ്റും കൂടി ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാർ എടുത്തിട്ടില്ല. കാരണം ഇവന്മാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉമ്മാർ എടുത്താൽ എന്തായിരിക്കും, ഇവരെങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? സാധാരണ മുക്കിയാലും മുള്ളിയാലും എടുക്കുന്നതല്ലേ. അമ്മ പ്രസവിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈയ്യട്ടിക്കാം, ഒന്നും വേണമെന്ന് ചോദിച്ചിട്ടില്ല, അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെള്ളം അടിച്ച് ഫിറ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ എന്തോ ലഹരി ഉപയോഗിച്ച് ഫിറ്റ് ആയിക്കൊണ്ട് ഇവിടെ വന്ന് കാണിച്ചതെല്ലാം ഈ പറയുന്ന കൂടെ നിന്ന യൂട്യൂബേഴ്സ് ആരും ചിത്രീകരിച്ചില്ല എന്ന് പറയുന്നത്. ചിത്രീകരിക്കാത്ത കാരണം മറ്റൊന്നുമല്ല, യുവമാരും കൂടി പോയാണല്ലോ വെള്ളം അടിച്ചത്. അതുകൊണ്ട് നാലാൾ അറിയില്ല, അതുകൊണ്ടാണ് ഇവർ ചിത്രീകരിച്ച് പുറത്ത് വിടാത്തത് എന്നുള്ളത്. അതുപോലെ ഈ പുള്ളി പറഞ്ഞ 21 റീൽസ് എന്തോ കേട്ടതെന്ന് പറഞ്ഞിട്ട് കേൾക്കാം. എന്താ അവര് നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞത് എന്താ എടുക്കാന്? നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ, അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു എന്ന് തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല. ഇവര് മാത്രമേ വരാറുള്ളൂ, ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി വൈകിട്ടോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാനായി ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ്, അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയതല്ല, അവര് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഓക്കെ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. പിന്നെ ഈ പുള്ളി യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഷൂട്ടിന്റെ ഇടയിൽ ഇതുപോലെ വിളിച്ചു കൊണ്ടുപോയി, അതായത് റെനെ സുനേടുത്ത് ചോദിച്ചു, ഷൂട്ടിന്റെ ഇടയിൽ അതായത് ഈ പുള്ളി പൈസയും കൊടുത്ത് ഇവർക്കെല്ലാം ചെലവൊക്കെ കൊടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചോണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സ് വന്നിട്ട് മാറി നിന്നിട്ട് ഇവർക്കാണ് ഷൂട്ട്, മെയിൻ ഷൂട്ട് ഇതാണ്. രണ്ടെണ്ണം അടിച്ച് പിരിഞ്ഞ്, അതാണ് ചുമ്മാ കാലും കയ്യും തുടയും കാണിച്ചോണ്ട് ഇങ്ങനെ കിറങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലത്തെ റീലിൽ കണ്ടില്ലേ കിറങ്ങി ഇരിക്കുന്നത്? ഇത് തന്നെ ആയിരിക്കും, സിന്തറ്റിക് അടിച്ച് കയറ്റിക്കൊണ്ട് MDMA യന്ത്രം കൊണ്ട് അടിച്ച് കയറ്റിക്കൊണ്ട് കിറങ്ങി ഇരുന്നാണ് ഈ പറയുന്ന വിടുവായുത്തങ്ങൾ, ഈ പറയുന്ന വിവരക്കേട് മൊത്തം വിളിച്ചു പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ എവിടെ ആയാലും അങ്ങനെ തന്നെ, ഞാൻ ഷൂട്ടിംഗ് വേറൊരു ഷൂട്ടിംഗ്, അതായത് എന്റെ കുറെ പിള്ളേരുണ്ട്, പിള്ളേരെല്ലാരെയും വിളിച്ചു വരുത്തുന്നു. അതിനിടയ്ക്ക് ഈ ഷൂട്ടിന്റെ ഇടയിൽ കൊണ്ടുപോയി അവര് ഒരു 10, 20, 21 ഷൂട്ട് അവര് സ്വന്തമായിട്ട് ചെയ്യുന്നു. എന്നിട്ട് പലയിടത്തായിട്ട് ഇടുന്നു. ഈ പുള്ളിയുടെ ഈ പറയുന്ന ആൽബത്തെ കുറിച്ച്, പുള്ളിയുടെ ചാനലിനെ കുറിച്ച് ഒരു പ്രൊമോഷനും ഇല്ല. എവർക്ക് മെയിൻ ആയിട്ട് വേണ്ട എന്താണ്, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു ആൽബം എന്ന് പറഞ്ഞു പോവുക. അവിടെ ഈ പറയുന്ന ശിങ്കടികളെ കുറെ ഉണ്ടല്ലോ, അവന്മാരെല്ലാം വിളിച്ചു വരുത്തുക. എന്നിട്ട് അവന്മാരുമായിട്ട് പോയിട്ട് ഇവിടെ ഷൂട്ടിങ്ങിനിടയിൽ പോവുക. എവിടെ പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞ് വരും. ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ നല്ല കിണ്ടിയായിട്ടാണ് വരുന്നത്, മനസ്സിലായോ? പക്ഷെ മണവും കാര്യങ്ങളും നല്ല കിണ്ടിയായിട്ട്, പിന്നെ ഭയങ്കര ഷോ ഓഫ് ആണ്, ഭയങ്കര സംസാരമാണ്, ഒച്ചയെടുത്ത് സംസാരിക്കുക. ഞാൻ കൺഫേർട്ട്, ഞാൻ പിന്നെ അങ്ങ് ഇത് അടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് സൂപ്പർ സ്റ്റാർ ആയി മാറും. ആ ലെവലിലാണ് സംസാരം എന്നുള്ളതാണ്. അയ്യോ ഇത് ഈ പറയുന്ന ഷബീന ബീബിയുടെ വീട്ടിൽ പിന്നെ വീഡിയോയിൽ വന്നത് ക്ലിപ്പാണ്.
ഇത് ചെറിയൊരു ക്ലിപ്പ് മാത്രം, ഇതല്ല. ഇത് ചെറിയ ക്ലിപ്പ് ഇടാനും കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കുറെ എണ്ണം ന്യായീകരിച്ചു കൊണ്ടുവരും. ന്യായീകരിക്കുന്നവന്റെ അണ്ണാക്കിലടിക്കാനുള്ള സാധനം ഇരിപ്പുണ്ടെന്നാണ് അറിവ്. ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ അത് ക്ലിപ്പിലോക്കല്ലേ, അത് വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ട് വരണം. അങ്ങനെ ന്യായീകരിച്ചു കൊണ്ട് വരുന്നവരുടെ അണ്ണാക്കിൽ, അടുത്ത വീഡിയോ അണ്ണാക്കിൽ. അതുകൊണ്ട് വായി വെച്ചോണ്ട് ഉള്ള മാനം വെച്ചോണ്ടിരുന്നാൽ കൊള്ളാം. അങ്ങനെ അമ്മാതിരി ഇവളുടെ അട്ടഹാസങ്ങളും ഇവൾ അവിടെ കിടന്ന് കാണിച്ച പേക്കൂത്തുകളും എല്ലാം പുള്ളി ഷഹീനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് റെക്കോർഡ്. ഇതിന്റെ ഒരു ചെറിയ ഒരു സാമ്പിൾ മാത്രമാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മിസ്റ്റേക്ക് പറ്റി നമുക്ക് എടുക്കണം. ശരി.